താബിഈങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉവൈസുൽ ഖറനിയെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചാൽ താങ്കൾക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ, തള്ളപ്പെടൂല. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ. എന്തായിരുന്നു കാരണം? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അത്രക്ക് സീരിയസ് ആയി എടുക്കുന്ന സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഖറൻ എന്ന് പറയുന്നത് യമനിലൊരു പ്രദേശമാണ്. അപ്പൊ യമനിലുള്ള ഉവൈസ് വരുമെന്ന് റസൂലുള്ള പറഞ്ഞത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് ഉറപ്പാണ്. അതുകൊണ്ട് യമനിൽ നിന്ന് ആര് വന്നാലും ചോദിക്കും, ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഉണ്ടോ. ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. നിങ്ങളെ പേരെന്താണ്? ഞാൻ ഉവൈസ്. ഖറൻ എന്ന പ്രദേശത്തു നിന്നാണോ? അതെ. നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടോ? അതെ, ഉമ്മ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ പാണ്ടുണ്ടായിട്ട് അവസാനം അള്ളാഹു സുഖപ്പെടുത്തി ഒരു ദിർഹമിന്റെ അത്രയും ഭാഗം ഒഴികെ ബാക്കിയെല്ലാം സുഖപ്പെട്ട ഒരവസ്ഥ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ നിങ്ങളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിരിക്കുന്നത് ഈ അടയാളങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം വന്നാൽ താങ്കൾക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി. ആരോടാ പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറിനോട് പറയാണ്, ഇസ്തിഗ്ഫാറിനെ തേടാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ. എന്തായിരുന്നു കാരണം? സത്യസന്ധമായി ഉമ്മയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി. റസൂല് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വ്യക്തിത്വമാണ്. സ്വഹാബിയാവാൻ ഭാഗ്യമുണ്ട്. പക്ഷെ ഉമ്മാനെ വിട്ടെങ്ങനെ പോകും? ഉമ്മാനെ നോക്കാൻ ആളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ? പക്ഷേ ഇങ്ങിവിടെ ഉമ്മ, അപ്പുറത്ത് റസൂലുള്ള. ഈ യുദ്ധത്തിൽ ഉമ്മാക്ക് പരിഗണന കൊടുത്തു. അൽഹംദുലില്ലാഹ്, അർഹിക്കുന്ന സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒന്ന് കിട്ടുകയാണെങ്കിൽ റസൂലുള്ള അദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞത്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന വലിയാണ്. അങ്ങനെയുള്ള സ്ഥാനം ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ആ ഉമ്മയോടുള്ള സ്നേഹം സത്യസന്ധമായി ജീവിച്ച് കാണിച്ചതാണ്, വാക്കുകളിലല്ല. ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യസന്ധതയ്ക്ക് മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. പരലോകത്ത് മാത്രമല്ല, ഈ ലോകത്തും രക്ഷപ്പെടാൻ സിദ്ഖ് വളരെ പ്രധാനപ്പെട്ടതാണ്.